ലോട്ട്സ് ഓഫ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും പ്ലസ് എഗ്ഗും ആഡ് ചെയ്തുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. നല്ല പോലെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഈ ഒരു സൂപ്പ് 2 നേരം നമുക്ക് എടുക്കാം. മോർണിംഗ് എടുക്കാം, അല്ലെങ്കിൽ നൈറ്റിലെടുക്കാം. മോർണിംഗ് ആൻഡ് ഈവനിങ് എടുക്കുകയാണെങ്കിലും ഇത് നല്ല പോലെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കുകയില്ല, കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ സൂപ്പാണിത്. ഒത്തിരി ഗ്രീൻ കളറിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പിനച്ച്, ക്യാപ്സിക്കം, ക്യാബേജസ് ആൻഡ് സ്പ്രിംഗ് അണിയനാണ്. സ്പ്രിംഗ് അണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ തണ്ടാണ് കേട്ടോ. ഒരു പാനിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാ വെജിറ്റബിൾസും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സോൾട്ട് ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഇനി വെജിറ്റബിൾസിൻ്റെ ഗ്രീൻ കളർ നഷ്ടപ്പെടാതെ വേണം അതിനെ സോട്ട് ചെയ്തെടുക്കാൻ. ഇനഫ് വാട്ടർ ഒഴിച്ചുകൊണ്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓട്സ് കുതിർത്തത് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗാണ് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം തുടരെ ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് എഗ്ഗ് കട്ട പിടിക്കും. ഓക്കെ, എന്നിട്ട് ഈ സൂപ്പ് നല്ലപോലെ തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണെന്ന് ഒരു തവണ കുടിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ദിവസേന ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താലും അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. സോ ട്രൈ ചെയ്യുക, എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കാൻ മറക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച് അതിൻ്റെ മീതെയല്ല സൂപ്പ് കഴിക്കേണ്ടത്. സൂപ്പ് ഒരു ടൈമിൽ ഒരു ഫുൾ മീലായിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ. വെയിറ്റ് റിഡക്ഷന് ട്രൈ ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തവർക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത്രയും ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു, ലവ് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.